നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സംഘടിത ഗുണ്ടാ സംഘത്തിന്റെ കവർച്ചാ പദ്ധതി തകർത്ത് തൃശൂർ റൂറൽ പോലീസ്. 34-അംഗ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് പിടിയിൽ. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന വീണ്ടും കൃഷി നശിപ്പിച്ചു. കിടങ്ങൻ ജോബിയുടെ നേന്ത്രവാഴകളാണ് ആന നശിപ്പിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നപ്പറമ്പ് റോഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് തുടരുകയാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സികൾ സർവീസ് നടത്തിയില്ല. മിക്ക ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സ്വകാര്യ വാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങളും ഓടി. പണിമുടക്ക് KSRTC സർവീസ് നടത്തുമെന്നും എല്ലാ സർവീസുകളും നടത്താൻ KSRTC യൂണിറ്റുകൾക്ക് ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ബസ് തടഞ്ഞാൽ പോലീസ് സഹായം തേടാമെന്നും നിർദ്ദേശിച്ചിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ മുൻകൂട്ടി പോലീസ് സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ ഇവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ക്രമീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. KSRTC ജീവനക്കാർക്ക് അപൂർവം സർവീസുകൾ മാത്രമാണ് നടത്താനായത്. ഹാജർ വളരെ കുറവായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ വിരലിലെണ്ണാവുന്നത്ര ഓടുന്നുണ്ടായിരുന്നു. ഓട്ടോറിക്ഷകളും. യാത്രക്കാർ പൊതുവെ കുറവായിരുന്നു. ജനം സ്വമേധയാ സഹകരിച്ചു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, ഇന്ന് പണിമുടക്കിന്റെ രാവിലെ നടന്ന നിർത്തിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കാണുന്നത് വളരെ റയറാണ് അല്ലേ? വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണാറുള്ളൂ. ബാക്കി BSNLന്റെ അവിടെ ചെന്ന് നോക്കിയാലും പ്രേതാലയം പോലെ ഒരു ജീവനക്കാരും ഇല്ലാതെ, ആരും കയറാതെ കാട് പിടിച്ചു കിടക്കുന്ന പ്രവർത്തിക്കാത്ത ഓഫീസുകളാണ് മരിച്ചുപോയത്. പക്ഷെ നോക്കൂ, ഇപ്പോഴും പൊതുമേഖല വേണ്ട, എല്ലാം സ്വകാര്യവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓരോ നിയമങ്ങളും നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പോഴും പക്ഷേ നമ്മൾ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ ഏകദേശം 5 ലക്ഷം കോടി രൂപയോളം ഈ പൊതുമേഖലകൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഡിവിഡൻഡിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തിനാണ് നമ്മൾ പൊതുമേഖല ഉണ്ടാക്കിയത്? സ്വതന്ത്രമാകുന്ന കാലഘട്ടത്തിൽ പൊതുമേഖലകൾ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം? ഈ രാജ്യം ഡെവലപ്പ് ചെയ്യുക, അതിനെ നമുക്ക് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുക എന്ന ഒരു സന്ദേശമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലായിരുന്നു നമ്മൾ പൊതുമേഖലകൾ കെട്ടിപ്പടുത്തത്. അധികം വരുമാനം നൽകുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? സ്വകാര്യ മേഖലയിൽ നിന്നും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഔട്ട്പുട്ടും അല്ലെങ്കിൽ സർക്കാരിന് ഗുണമാകുന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. തൊഴിലുകൾ പുതിയതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലും അത്തരത്തിൽ നോക്കുമ്പോൾ കുറവാണ് എന്നുള്ള കൃത്യമായ കണക്കുകളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്തിനു വേണ്ടി പൊതുമേഖല ഇനി വേണ്ട എന്ന് വെക്കുന്നു? ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അക്കൌണ്ട് ജനറൽ ഓഫീസിലേക്ക് പ്രകടനവും പൊതുയോഗവും UDTF ചെയർമാൻ സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യവും മുതലാളിമാർക്ക് രാജ്യത്തെ വിൽക്കുന്നതുമായ തൊഴിൽ നിയമങ്ങൾ ജനങ്ങൾക്ക് നേരെയുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണെന്ന് അഡ്വക്കേറ്റ് ജോസഫ് പറഞ്ഞു. തൊഴിലാളികളെ കടുത്ത ജീവിത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ തിരുത്താൻ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഷാഹുൽ ഹമീദ് PA, STU, B ശശീന്ദ്രൻ, UTUC, DCC സെക്രട്ടറി ഉസ്മാൻ ഖാൻ, സിജോ കടവിൽ, VA ഷംസുദ്ദീൻ, AT ജോസ്, KN നാരായണൻ, ജോൺസൺ ആവോക്കാരൻ, MR രവീന്ദ്രൻ എന്നിവരും സംസാരിച്ചു.
അതിന് ലേ ഓഫ് ആയാലും വേണമെങ്കിലും തൊഴിലാളികളെ അത്തരത്തിലുള്ള വൻകിട ഓൺലൈൻ കമ്പനി ഉണ്ടായിരുന്നു. അന്ന് സ്ഥിരമായ നിയമനം ഏതൊരു സ്ഥാപനത്തിലും അത്യന്താപേക്ഷിതമായി. ഇന്ന് സ്ഥിരമായ നിയമനം എടുത്തു കളഞ്ഞിരിക്കുന്നു. കരാർ നിയമനത്തിലൂടെ 1 കൊല്ലമോ 2 കൊല്ലമോ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാം. ഒരു ആരോഗ്യമുള്ള ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം 58 വയസ്സാകട്ടെ 60 വയസ്സാകട്ടെ ആ വയസ്സുവരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ടെന്നിരിക്കെ ആ അവകാശത്തെ എടുത്തു കളയുമ്പോൾ, കരാർ രീതിയിലേക്ക് തിരിയുമ്പോൾ കോർപ്പറേറ്റുകൾക്ക്, മാനേജ്മെന്റുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ സാധിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള തൊഴിലാളികൾ സ്വിഗ്ഗി ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ന്യായീകരണം ഇല്ലാത്ത തരത്തിൽ നിർബന്ധമായി ഒരു ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തോടു കൂടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിന് തുടർച്ചയായി കുറെ കൂടി ഗൗരവകരമായ ഈ രാജ്യത്തെ തൊഴിലാളികളെ, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, വ്യവസായികളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഞെടിയിട കൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് മണ്ണുത്തിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് നിയമ ഭേദഗതി പിൻവലിക്കുക, പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം. ഒല്ലൂക്കര കോർഡിനേഷൻ കൺവീനർ KV ജോണി സ്വാഗതം ആശംസിച്ചു. KV സുകുമാരൻ AITUC അധ്യക്ഷത വഹിച്ചു. CITU കേന്ദ്ര ജനറൽ കൌൺസിൽ അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. KR രവി CITU, MK ഗോപാലകൃഷ്ണൻ AITUC, PS സിദ്ദിഖ് CITU എന്നിവർ സംസാരിച്ചു. വീണ്ടും സാമ്രാജ്യത്വ ശക്തികളുടെ അഴിമതിയുടെ നുകക്കീഴിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന, രാജ്യത്തെ സമ്പൽ വ്യവസ്ഥയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന വർഗങ്ങളും അതുപോലെ തന്നെ കൃഷിക്കാരും സംഘടിത മേഖലയിലെ അസംഘടിത മേഖലയിലുള്ള നൂറുകണക്കിന് കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ഐക്യത്തെയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേശീയ അടിസ്ഥാനത്തിൽ കോടാനുകോടി തൊഴിലാളികൾ അണിനിരന്നുകൊണ്ടുള്ള പണിമുടക്ക് സമരം ഇന്ന് നടക്കുകയാണ്. അർദ്ധരാത്രി മുതൽ ഇന്ന് 12-ാം തീയതി അവസാനിക്കുന്ന അർദ്ധരാത്രി വരെ, അതായത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് സമരമാണ് ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ആ പണിമുടക്ക് സമരത്തിൽ നിരവധി ആവശ്യങ്ങൾ തൊഴിലാളികളും അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആവശ്യങ്ങളെ സംബന്ധിച്ചാണ് സാമാന്യമായി ഇവിടെ നിങ്ങളോട് വിശദീകരിച്ചു. രാജ്യത്തുനിന്ന് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായി. 2014 തെരഞ്ഞെടുപ്പിലാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള NDA ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരും. വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് പുത്തൂർ, നടത്തറ പഞ്ചായത്തുകളിൽ ഹർത്താലിന് സമാനമായിരുന്നു. രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുത്തു. ബുധനാഴ്ച രാത്രി 12 മണിക്ക് ആരംഭിച്ച് 24 മണിക്കൂർ പിന്നിട്ട് വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിക്കാണ് അവസാനിക്കുക. സ്വകാര്യ ബസ്, KSRTC ജീവനക്കാരും പങ്കെടുത്തു. പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പുത്തൂർ, നടത്തറ പഞ്ചായത്തുകളിൽ പണിമുടക്ക് ഹർത്താലിന് സമാനമായി മാറി. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പാൽ വിതരണം, പത്രങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ, ആംബുലൻസുകൾ തുടങ്ങിയ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിരുന്നു.
പാണഞ്ചേരിയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി പാണഞ്ചേരിയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു. പീച്ചി റോഡ് AKG മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം പട്ടിക്കാട് സെന്റർ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ CITU നേതാവ് PV സുദേവൻ സ്വാഗതം ആശംസിച്ചു. AITUC നേതാവ് വിനോദ് അധ്യക്ഷത വഹിച്ചു. CITU നേതാവ് KV ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PP രവീന്ദ്രൻ, ഡോക്ടർ പ്രദീപ് കുമാർ, EV കുര്യാക്കോസ്, ബിജു എന്നിവർ പങ്കെടുത്തു. പണിമുടക്കിനോടനുബന്ധിച്ച് പാണഞ്ചേരിയിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ പുറത്തിറങ്ങിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം തൊഴിലാളികൾക്ക് പ്രത്യേകമായ സംരക്ഷണ നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 29 സംരക്ഷണ നിയമങ്ങൾ, 29 നിയമങ്ങൾ നമ്മളെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അനുകൂലമായി അവരെ സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിക്കൊണ്ട് 4 കോഡുകളാക്കി തിരിച്ച് ആ കോഡുകളിൽ വ്യവസ്ഥ ചെയ്യുന്നത് പ്രകാരം തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൊഴിലാളികളെ സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം, മൗലികമായ അവകാശം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തൊഴിലാളികളുടെ ജോലി സമയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജോലി സമയം എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന ആ മുദ്രാവാക്യം ലോകമെമ്പാടും അംഗീകരിക്കുന്നതാണ്. ലോകമെമ്പാടും അംഗീകരിക്കുന്നത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ അംഗീകരിച്ചതല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 100 കണക്കിന് തൊഴിലാളികൾ തടിച്ചുകൂടി 100 കണക്കിന് തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ആ ദിവസമാണ് മെയ് ദിനം ഇന്ന് ലോകമെമ്പാടും ആചരിക്കുന്നത്. ആ മെയ് ദിനത്തിൽ മരിച്ച ആ സഖാക്കളുടെ സ്മരണ മരിച്ച അവർക്ക് വേണ്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഈ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന്. ആ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും അവർ പറയുന്ന വിധത്തിൽ 10 മണിക്കൂറും 12 മണിക്കൂറും 14 മണിക്കൂർ വരെ ജോലി ചെയ്യിക്കാൻ വേണ്ടി കേന്ദ്ര നിയമത്തിൽ എഴുതി ചേർക്കുകയാണ്. നടത്തറ ആക്ട്സ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തറ സെന്ററിൽ വെച്ച് പൊതുപണിമുടക്ക് ദിനത്തിൽ വിശന്നുവരുന്ന സാധാരണ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകി കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി. പൊതുപണിമുടക്കിൽ ഹോട്ടലുകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുന്നതിനാൽ വിശന്നുവരുന്നവർക്കൊരു അത്താണി നാളിതുവരെ എല്ലാ പൊതുപണിമുടക്കിലും ആക്ട്സ് നടത്തറ ബ്രാഞ്ച് ചെയ്തുവരുന്ന പ്രവൃത്തിയാണ്. നടത്തറ ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് ബേബി, സെക്രട്ടറി പ്രജിത്ത്, കൺവീനർമാരായ സന്തോഷ്, ബാബു, സുരേഷ്, ബാദുഷ, രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രവൃത്തി തുടരുന്നതായിരിക്കും. പലപ്പോഴും ദൂരയാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും സൗജന്യ ഭക്ഷണ വിതരണം ആശ്വാസകരമാണ്. നടത്തറ ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് ബേബി, സെക്രട്ടറി പ്രജിത്ത്, കൺവീനർമാരായ സന്തോഷ്, ബാബു, സുരേഷ്, ബാദുഷ, രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തറ പഞ്ചായത്തിൽ പ്രകടനം നടത്തി. പ്രകടനശേഷം കൊഴുക്കുള്ളി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന യോഗം CITU മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് T. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. AITUC ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ME എൽദോ അധ്യക്ഷത വഹിച്ചു. CITU നേതാവ് KR രമേശ്, മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീവിദ്യ രാജേഷ്, CITU നേതാക്കളായ ജോബി ജോസ്, T. ദിലീപ് കുമാർ, CS സന്തോഷ് കുമാർ, AITUC നേതാവ് നിതീഷ് പുഷ്കരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 500ഓളം പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. നികുതി കൊടുക്കേണ്ടതില്ല, 0 പോയിന്റ്, ഈ പറയുന്ന 0 പോയിന്റിലാണ് നികുതി. എന്നാൽ ഇന്ത്യ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ 18% നമ്മൾ നികുതി കൊടുക്കണം. ആ നയം രൂപീകരിക്കുന്ന ആരാ? ആ നയം രൂപീകരിക്കുന്ന ട്രംപാണ്. പിന്നെ ട്രംപ് ഒരു കാര്യം പറയുന്നത് എന്താ? നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, ഈ രാജ്യത്തിന് ആവശ്യമായുള്ള ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങരുത്, ആ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് പറയുമ്പോൾ ഏറ്റവും വില കുറച്ച് ഇനി ഒരു തരത്തിലുള്ള വ്യാപാര ഇടപാട് നടത്തേണ്ടതില്ല, റഷ്യയിൽ നിന്ന് നിങ്ങൾ ഇന്ധനം ഇറക്കേണ്ടതില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അതും ശിരസാ വഹിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയാം എന്താ? നിങ്ങൾ വേണമെങ്കിൽ വെനസ്വേലയിൽ പോയി വാങ്ങിക്കോ, അമേരിക്ക പറയുന്ന വിലയ്ക്ക് നിങ്ങൾ വാങ്ങിക്കോ എന്ന് പറയുക. എന്താണ് പ്രധാനമന്ത്രി പരുവെന്ന് ആലോചിക്കുക. സ്വയം കെട്ടിപ്പൊക്കിയ ആ അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയൊക്കെ തെളിയിക്കുന്ന മേഖലകൾ തിരിച്ചറിയാണല്ലോ. അപ്പൊ ലോകത്ത് ഈ തരത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു കാര്യം അയാളെ നിൽക്കില്ല. കാരണം എന്താ? അപ്പൊ ട്രംപിന് പോലും ഇപ്പൊ ഈ പരുവത്തിൽ പറയാൻ കഴിയുന്ന പരുവത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി അത്രയ്ക്ക് മോശക്കാരനായിട്ട് മാറിയിരിക്കുന്ന വാർത്തയിൽ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ നെൽകർഷകരെ സംബന്ധിച്ച്, ഇന്ത്യ രാജ്യത്തെ ഗോതമ്പ് സംബന്ധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. COAക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് E.T. ടൈസൺ MLA പറഞ്ഞു. കേബിൾ TV മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, അതിനായി നിയമസഭയിലടക്കം ഇടപെടുമെന്നും MLA കൂട്ടിച്ചേർത്തു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നാട്ടിക MLA CC മുകുന്ദൻ പറഞ്ഞു. ഏഷ്യനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഞ്ജു രാജ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു എന്നിവർ സംസാരിച്ചു. വിവിധ പ്രാദേശിക ചാനൽ പ്രതിഭാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ സമ്മേളന വേദിയായ പ്രിൻസൺ വർഗീസ് നഗറിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട COA അംഗങ്ങളെ ആദരിച്ചു.
ചെറുകിട മേഖല ഓപ്പറേറ്റർക്ക് തൃപ്പൂർ മേഖല കുടുംബസമേതമാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃപ്പൂർ മേഖലാ കമ്മിറ്റി അണിനിരക്കുന്നതാണ്. തൊട്ടുപിന്നിൽ ചേലക്കര ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 90-ന്റെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ഒരു 10-30 വർഷക്കാലത്തെ ചരിത്രം തന്നെയുണ്ട്. 15ാമത് ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞു മികച്ച റിപ്പോർട്ടർ വിബിക്സ് ചേലക്കര CCV പെൺ പാവക്കൂത്ത് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നും ഈ ചെറുകിട കമ്മിറ്റി കാണുന്ന ഭാവനയിൽ കാണുന്ന അതിഭാവത്വം കലർന്ന പരിപാടികൾ പലതും നാളെ ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട, ഞാൻ ദീർഘമായൊരു വർത്തമാനം പറയുന്നില്ല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉള്ള നിരവധിയായിട്ടുള്ള പ്രശ്നം സംബന്ധിച്ച് നമുക്ക് ആ മേഖലയിലുള്ള പ്രശ്നം, KICB സംബന്ധിച്ചുള്ള പ്രശ്നം, അതിന്റെ താരിഫ് സംബന്ധിച്ച പ്രശ്നം, വിവിധ സംഘടനകൾ അതിന്റെ അകത്തുള്ള ഇതിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ കൂട്ടായും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും KICBയുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ പ്രസ്ഥാനം ഏറ്റവും ഗംഭീരമായ അർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ ഒരു നിർമ്മാണ രംഗത്ത്
ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ഊരാലുങ്കൽ ചെറിയത്, വളരെ ചെറുത്. ഇപ്പൊ ഏകദേശം 5 ലക്ഷം പേരാണ് അതിലെ എഞ്ചിനീയർമാർ തുടങ്ങി ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു വിങ്. എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഒരു സ്ഥാപനമായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ. അതിന്റെ ഭാരവാഹികൾ ജില്ലാ സമ്മേളനം ഇപ്പൊന്നും ഇന്നലെയുമായി കഴിഞ്ഞിട്ട് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിലെല്ലാം അതിന് ശക്തി പകരാൻ കഴിയുന്ന കാര്യത്തിലുള്ള നല്ല കൂട്ടായിട്ടുള്ള ആലോചന ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് സന്തോഷപൂർവ്വം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. മറ്റു രാഷ്ട്രീയ സാമൂഹ്യ രംഗം മറ്റു അനുബന്ധങ്ങളായിട്ടുള്ള ഒട്ടേറെ ഈ രാജ്യത്ത് തന്നെ തുടരാൻ പറ്റിയത് വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ ശേഷം ഓപ്പറേറ്റർ അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ പിൻബലത്തിലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ കണക്ടിവിറ്റിയുടെയോ ഓപ്പറേറ്റർമാരുടെയോ എണ്ണം നോക്കി സംസ്ഥാനത്തിന്റെ ഈ കൊടിക്ക് കീഴിൽ നിന്ന് വടക്കാഞ്ചേരി പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നംപറമ്പ് BM&BC റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. തെക്കുംകര വായനശാല പരിസരത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ കുന്നംകുളം MLA AC മൊയ്തീൻ വിശിഷ്ടാതിഥിയായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നംപറമ്പ് റോഡ് BM&BC നിലവാരത്തിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ബജറ്റിൽ 7.34 കോടി രൂപ അനുവദിച്ചിരുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലം റോഡിൽ നിന്ന് ആരംഭിച്ച് മംഗലം പനങ്ങാട്ടുകര തെക്കുംകര വഴി പുന്നംപറമ്പ് സെന്റർ വരെയുള്ള 5.26 കിലോമീറ്റർ ദൂരം റോഡിന്റെ BM&BC നിലവാരത്തിലുള്ള നവീകരണം പൂർത്തിയാക്കി. KCB, KWA എന്നിവയുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗും 16 കലുങ്കുകളുടെ നിർമ്മാണവും ഐറിഷ് ഡ്രെയിൻ റോഡ് സുരക്ഷാ പ്രവൃത്തികളും പൂർത്തിയാക്കിയ ശേഷമാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. തെക്കുംകരയിൽ നടന്ന പ്രാദേശിക പരിപാടിയിൽ AC മൊയ്തീൻ MLA, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുനിൽകുമാർ, തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EN ശശി ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു. ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൽ ഏകദേശം 750 കോടി രൂപയുടെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പൊതുമരാമത്ത് പ്രവർത്തികൾ, പ്രത്യേകിച്ച് റോഡുകൾ, ആ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓടിയെത്താൻ കഴിയാവുന്ന നിലയിൽ 2 റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ പുല്ലാനിക്കാട് മുതൽ പുന്നംപറമ്പ് വരെയുള്ള ഈ റോഡിൻ്റെയും, മറ്റൊന്ന് കെൽട്രോൺ മുതൽ നമ്മുടെ പാറളിക്കാട് വരെയുള്ള ഷൊർണൂർ തൃശ്ശൂർ റോഡിലെ BM&BC നിലവാരത്തിലേക്ക് ഉയർത്തിയ ഭാഗത്തിൻ്റെ കൂടി. ഇന്നിവിടെ നമുക്കറിയാം, നമ്മോടൊപ്പം വേദിയിൽ പ്രിയപ്പെട്ട AC മൊയ്തീൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഈ റോഡിൻ്റെ മറ്റു പലയിടത്തുമില്ലാത്ത രീതിയിൽ ഒരുപാട് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായ രീതിയിലുള്ള ആ നിർമ്മാണ പ്രവർത്തനം ഒരുപക്ഷെ കഴിഞ്ഞ നമ്മുടെ തിരുവാണിക്കാവിലെ പൂരത്തിന് മുമ്പേ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാർ ആ നിർമ്മാണം ആ നിലയിൽ പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് നമുക്കറിയാം, നല്ലവണ്ണം മഴ തുടർച്ചയായി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സമയബന്ധിതമായി ഓരോ പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ തടസ്സങ്ങൾ നമുക്കുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ PG വാടാനി കോറിഡോറിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന
അസ്പാസ് എന്ന് പറയുന്ന കമ്പനി അവർ തന്നെയാണ് ഈ റോഡിൻ്റെയും നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്നത്. നമ്മളിപ്പോൾ ഇന്നിവിടെ പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിച്ചത്. ഇത് നിലവിലുള്ള റോഡിൻ്റെ പരമാവധി സൗകര്യം പ്രയോജനപ്പെടുത്തി BMBC നിലവാരത്തിൽ പണിതതാണ്. നിശ്ചിത കാലത്തേക്ക് ഈ റോഡിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചുമതല കരാറുകാരനാണ്. അപ്പോൾ ആ ഗ്യാരണ്ടി നമുക്കുണ്ട്. പക്ഷേ പൈസ അതിനനുസരിച്ച് ഒരു കിലോമീറ്റർ ചെയ്യാൻ വൻതോതിൽ പൈസ ചെലവഴിച്ചുകൊണ്ടാണ് കേടുവരാത്ത ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടികളും ഇനി നമുക്ക് വേണം. അതിലൊന്ന് ധാരാളം വളവുകളും തിരിവുകളും ഉണ്ട്. ആ വളവും തിരിവും ഒക്കെ ഒഴിവാക്കാൻ ഭൂമി ഏറ്റെടുക്കണം. എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരുടെയും സമ്മതപ്രകാരം സേവ്യറിൻ്റെ നേതൃത്വത്തിൽ ആ പ്രവൃത്തി നടന്ന് 2 പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് റോഡ്. ഒന്ന് നമ്മുടെ പുന്നമ്പറമ്പ് പ്രധാന കോറിഡോറും സ്റ്റേറ്റ് ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലേക്ക് ഇനി മറ്റൊരു റോഡ് കൂടി വന്നു ചേരാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തുടങ്ങി അകമലയിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന ബൈപ്പാസിൻ്റെ പണിയും അതിൻ്റെ വർക്കും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ റോഡിലേക്ക് കൂടിയുള്ള പ്രധാനപ്പെട്ട കണക്ഷനായി ഈ റോഡ് മാറും. ഈ റോഡ് ക്രോസ് ചെയ്താണ് നമ്മുടെ ചേലക്കുളത്തിൻ്റെ സമീപത്ത് കൂടി ആ പാടത്തു കൂടിയാണ് അകമല വഴി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ബൈപ്പാസ്, വടക്കാഞ്ചേരിയുടെ ബൈപ്പാസ്. ഇപ്പോൾ വടക്കാഞ്ചേരി പോകുമ്പോൾ പകൽ സമയത്തൊന്നും നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത, യാത്രക്കാർക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വീതിയില്ലാതെയാണ്, കടകൾ പൊളിക്കാൻ നമുക്കാവില്ല. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു ബൈപ്പാസ് അതുവഴി പണിയണം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെയും ഏകദേശം മിക്കവാറും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പണത്തിൻ്റെ പ്രശ്നമില്ല, അത് നമുക്ക് ചെയ്യാൻ കഴിയും. കിഫ്ബി വഴിയാണ് അതിന് പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ വാഴാനി റോഡിൻ്റെ ഉദ്ഘാടനം 14-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ഊട്ടുതിരുനാൾ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മാതാവിന്റെ ഊട്ടുതിരുനാളിന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ ജോസഫ് ബ്രഹ്മകുളം മുഖ്യ കാർമ്മികനായിരുന്നു. റവറൻ ഫാദർ പ്രിജോവ് വടക്കേത്തല, റവറൻ ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തെ രോഗീ ദിനാചരണമായാണ് ആചരിക്കുന്നത്. രോഗികളായവരെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാനും അവർക്ക് ശുശ്രൂഷ നൽകുന്നവരെ ശക്തിപ്പെടുത്തലുമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിന് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ നേതൃത്വം നൽകി. സഹവികാരിമാരായ ഫാദർ ഷിജോ മഞ്ഞാടിക്കൽ, ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കൈക്കാരന്മാരായ റാഫി KA, ജോർജ് കവലക്കാട്ട്, സെബി പാനിക്കുളങ്ങര, റോഷൻ പുതുക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ പെൻഷനുകൾ നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റുമായ PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. നിർമ്മാണ തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും കണ്ണുനീരിൽ പിണറായി സർക്കാർ നിലംപരിശാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക, ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം നടത്തിയത്. ഫെഡറേഷൻ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് NA കരീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ ജോൺ പഴയേരി, R ദേവരാജൻ, തോമസ് കല്ലാടൻ, AA ജോസഫ്, വറി ചിറ്റിലപ്പിള്ളി, DCC ഭാരവാഹികളായ കടകംപള്ളി ഹരിദാസ്, നാദിറ സുമേഷ്, ജില്ലാ ഭാരവാഹികളായ PG ബേബി, ചാവറ ഹരീഷ്, M ഹരിദാസ് തുടങ്ങിയവരും പ്രസംഗിച്ചു. സമാപനം മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ദൂർത്തിന് കാശുണ്ട്, പാവം തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ കാശില്ല, ഇതാണ് പിണറായി സർക്കാരിന്റെ മുദ്രയെന്ന് അദ്ദേഹം പറഞ്ഞു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AP ഉസ്മാൻ, UDF ജില്ലാ ചെയർമാൻ P വേണുഗോപാലൻ, INTUC ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംയുക്ത സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഇവിടെയും അതാണ് സ്ഥിതി. കേരളത്തിൽ
തൊഴിലാളികളുടെ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാ വിഭാഗം തൊഴിലാളികളും അവകാശങ്ങൾ നിഷേധിക്കുക മാത്രമല്ല അവരെ ദ്രോഹിക്കുകയാണ്. പണിയെടുക്കുന്നവരെ അധ്വാനിക്കുന്നവരെ സബ്മിഷനായിട്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു കോളിംഗ് അറ്റൻഷൻ ആയിട്ടോ ഒക്കെയാണ് വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഈ നിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ, ദുരിതം അറിയാവുന്നവരായതുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അത് നിയമസഭയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി ചേർന്ന് അത് അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത് തന്നെയാണ്. ഈ ക്ഷേമനിധി, കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി, കർഷക ക്ഷേമനിധി, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി, ഈറ്റ കാട്ടുപള്ളി, അതുപോലെ നിലമ്പൂരുള്ള കുറെ ആൾക്കാർ തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലത്തുണ്ട്. ഈറ്റ കാട്ടുപള്ളി, കയർ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലാണ്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി ചേർന്നു. പരാജയം സജി ചെറിയാൻ എല്ലാം ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പരാജയ ഏജൻസികൾ എല്ലാത്തിനും കോൺക്ലേവാണ്. ശബരിമലയിൽ ഒരു കോൺക്ലേവ് നടത്തിയതിന്റെ പിറ്റേന്ന് മുതലാണ് അവിടുത്തെ സ്വർണം കട്ടതിന്റെ വിവരം പുറത്തുവന്നത്. അവിടുത്തെ കോൺക്ലേവിന്റെ പേരെന്താണ് വരുന്നത്? ആഗോള അയ്യപ്പ സംഗമം. അതായിരുന്നു ശബരിമല കോൺക്ലേവ്. അതിന്റെ പിറ്റേ ദിവസം മുതൽ അവിടുത്തെ കൊള്ളയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇന്ന് പത്മകുമാറിന്റെ ജാമ്യം നിഷേധിച്ച് റിമാൻഡിന്റെ കാലാവധി നീട്ടി ജയിലിൽ കിടക്കുകയാണ് CPM-ന്റെ പ്രമുഖരായ നേതാക്കന്മാർ. ആ അഴിമതിക്കാരെ, കൊള്ളക്കാരെ എല്ലാം ഒരു വശത്ത് സംരക്ഷിക്കുന്നു. കോടിക്കണക്കിന് രൂപ ദൂരത്തിന്, ആഘോഷങ്ങൾക്ക്, വ്യാജ പ്രചരണങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നു. സാധാരണക്കാരായ തൊഴിലാളികൾ. ഇപ്പോൾ വ്യവസായ മന്ത്രി പറയുന്നത് കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നാണ്. ഏത് മേഖലയിലാണ്? ഏതെങ്കിലും മേഖലയിൽ, ഏത് വ്യവസായ മേഖലയിൽ? ഞാൻ പറഞ്ഞല്ലോ, കയറ്, കശുവണ്ടി, കൈത്തറി, നിർമ്മാണ രംഗം, ഏത് മേഖലയിലാണ് ഈ 10 വർഷം കൊണ്ട് പുരോഗതി ഉണ്ടായത്? ഉണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം സാധാരണക്കാരായ ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് നേരിട്ട് ലഭിക്കേണ്ടതല്ലേ? ഏതെങ്കിലും തൊഴിലാളി പറയുമോ ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നു, സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്? പ്ലാന്റേഷൻ മേഖലയിലുള്ളവർ പറയുന്നുണ്ടോ? കർഷകർ പറയുന്നുണ്ടോ? നെല്ല് കർഷകരൊക്കെ. ഒരിടവേള കൂടി. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന വീണ്ടും കൃഷി നശിപ്പിച്ചിരിക്കുന്നു. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറയുന്നു.
മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും കാട്ടാനയെത്തി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി കിടങ്ങൻ ജോബിയുടെ 50-ൽ പരം നേന്ത്രവാഴകൾ ആന നശിപ്പിച്ചു. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലത്തെ കുല വരാറായ വാഴകളാണ് ആന നശിപ്പിച്ചത്. കർഷകർ കടുത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണ്. തണ്ടാശ്ശേരി സുകുമാരൻ, വാക്കരമ്പാടത്തിൽ തങ്കച്ചൻ എന്നിവരുടെ വാഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന വ്യാപകമായി നശിപ്പിച്ചു. കൃഷി നശിപ്പിക്കുന്നതോടെ കർഷകർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. സോളാർ വൈദ്യുതി വേലി ഉണ്ടെങ്കിലും കൃത്യമായി പ്രവർത്തിക്കാത്തത് കൃഷിയിടത്തിലേക്ക് ആന എത്താൻ കാരണമാകുന്നു. പ്രദേശത്ത് നിരന്തരം ആനശല്യം രൂക്ഷമാണ്. ആന നശിപ്പിക്കുന്ന കൃഷികൾക്ക് തക്കതായ നഷ്ടപരിഹാരം ഒന്നും ലഭിക്കുന്നില്ല എന്ന് കർഷകർ പരാതിയിൽ പറയുന്നു. ഒരപ്പൻകെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഒരപ്പൻകെട്ടിൽ വീണ് യുവാവ് മരിച്ചു. കണ്ണാറ ഒരപ്പൻകെട്ടിൽ വീണ് യുവാവ് മരിച്ചു. കണ്ണാറ ശാന്തിനഗർ ചീരൻ വീട്ടിൽ 41 വയസ്സുള്ള അജിയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്കായിരുന്നു അപകടം. മകനും സുഹൃത്തുക്കൾക്കുമൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു അജി. കുളിക്കുന്നതിനിടെ കാൽവഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളത്തിൽ നിന്നും അജിയെ പുറത്തെടുത്തത്. അപ്പോഴേക്കും തൃശൂരിൽ നിന്നും 1 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്കൂബ സംഘാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. ഉടനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നെ അവർ ഇവിടുത്തെ ഈ അമ്പിളി കണ്ണൻ്റെ ഭാര്യ അമ്പിളി വിളിച്ച് പറയാം പുഴയിൽ ആരോ മുങ്ങിയിട്ടുണ്ട് എന്ന് ചേട്ടാന്ന് പറഞ്ഞപ്പോൾ വേഗം വരാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ ഇത്തിരി ആഴമുള്ള സ്ഥലമാണ്. അവർക്ക് നീന്തൽ അറിയാണ്ട് പോയിട്ട് കുളിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ആൽപ്പറങ്ങണ്ടുള്ളവരെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എവിടെയുള്ളതെന്ന് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി അധികം ആഴമുള്ള സ്ഥലമല്ല, കഷ്ടി ഒരാളുടെ കാഴ്ച തന്നെ ഉള്ളൂ. തീരെ നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം പറ്റിയതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് എണീറ്റ് പൊന്തി ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചെങ്കിൽ ആൾക്ക് അങ്ങനെ പോകില്ലായിരുന്നു. ചെറിയൊരു വഴുക്കലുണ്ടായിരുന്നു. അതിൽ പറ്റിയതാണ്. എടുത്തു ഫയർഫോഴ്സ് എത്തിയില്ല. ഫയർഫോഴ്സ് അതിന് ശേഷം ഫയർഫോഴ്സിൻ്റെ ആൾക്കാരല്ല, പിന്നെ പോലീസല്ലേ ഫയർഫോഴ്സാണോ? സ്കൂബ ടീം ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ അവിടുന്ന് എടുത്ത് ഇവിടേക്ക് കൊണ്ട് കിടത്തുമ്പോഴേക്കാണ് പോലീസും ഫയർഫോഴ്സൊക്കെ വന്നത്. അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് അവിടെ വരപ്പുംപാറ വഴി ഒരു ആംബുലൻസ് മറ്റേ ഫയർഫോഴ്സ് വരികയാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ വരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള വണ്ടിയൊക്കെ വിളിച്ച് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേനും ഒരാൾ ആ കാണുന്ന സാധാരണ ഫുൾ ഫാമിലി ഇവിടെ വന്ന് വൈകുന്നേരം ഞങ്ങൾ കുളിക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ ഈ ആൽപ്പാറ ശാന്തിനഗർ റോസ് ഗാർഡനിൽ രാജി എന്ന് പറഞ്ഞ ആളും കുറേ പിള്ളേരെ കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ കുളിച്ച് കാല് തെറ്റി ആ പാറയുടെ സൈഡിലേക്ക് അവിടെ പോയി. ആരും ശ്രദ്ധിച്ചില്ല, ആരും കണ്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം 5-6 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നു. അതിനുശേഷമാണ് കൂടെ വന്നവരൊന്നും ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ആളെ കാണുന്നില്ല. അപ്പോൾ തന്നെ വിളിച്ച് വെളിച്ചേറ്റ് ഇവിടേക്ക് കൊണ്ടുവന്നു. ഏകദേശം ഒരു പരുവത്തിലായി എന്നുള്ളതാണ് നമ്മുടെ അറിവ്. ഇപ്പോൾ ഇവിടുന്ന് നേരം വഴിക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നു ഹോസ്പിറ്റലിൽ. തുടങ്ങി ഇവിടുന്ന് കൊണ്ടുപോയി ഞങ്ങൾ കൂടിയിട്ടാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ എന്താ പറയുക 1/2 കിലോമീറ്ററോളം കൊണ്ടുപോകണം. വഴക്കുംപാറ നവജീവൻ റെസിഡൻസ് അസോസിയേഷൻ ചീനിക്കൽ സൈമൺ മകൻ സെബി അന്തരിച്ചു. 35 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. അമ്മ ബീന. മണലിത്തറ NSS കരയോഗം പ്രസിഡന്റ്, മച്ചാട് മാമാങ്കം മണലിത്തറ ദേശം പ്രസിഡന്റായും രക്ഷാധികാരിയായും സെക്രട്ടറിയായും തട്ടകദേശങ്ങളിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളിലും മുഖ്യ പങ്ക് വഹിച്ചിരുന്ന കടമാംകണ്ടത്ത് രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഭാര്യ ലീലാമ്മ, മക്കൾ രാജൻ, രാജി, രജനി, മരുമക്കൾ മായ, നാരായണൻകുട്ടി, സതീശൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സംഘടിത ഗുണ്ടാ സംഘത്തിന്റെ കവർച്ച പദ്ധതി തകർത്ത് തൃശൂർ റൂറൽ പോലീസ്. 34 അംഗ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് പിടിയിൽ. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന വീണ്ടും കൃഷി നശിപ്പിച്ചു. കിടങ്ങൻ ജോബിയുടെ നേന്ത്രവാഴകളാണ് ആന നശിപ്പിച്ചത്.
വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നപ്പറമ്പ് റോഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.